അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 108 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാഹ്. 109 ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. ഉല്ലൗ ഇവിടെ ഒരു സുക്കൂനുള്ള ലാമുണ്ട്, ഒരു ഹറക്കത്തുള്ള ലാമുണ്ട് അല്ലേ. ഇവിടെ ഈ രണ്ട് ലാമിനെയും കൂടെ നമ്മൾ ഇദ്ഗാം ചെയ്ത് ഓതുകയാണ് വേണ്ടത്. രണ്ട് ലാമിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ഓതുക. ഇവിടെ ഒരു നിയമം വരുന്നുണ്ട്. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ. ലാമിനെ ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ അതുപോലെ ഓരോ അക്ഷരത്തെയും ആ അക്ഷരത്തിലേക്ക് തന്നെ അതേ അക്ഷരത്തിലേക്ക് തന്നെ കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ ഇത് മുതമാസിലൈൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പം നമ്മൾ ലാമിനെ ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ഉല്ലൗ കാനൽ ബഹ്റു ഹന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. ബഹ്റു മിദാദൻ ലികലിമാതി മിദാദല്ലി. തൻവീന് ശേഷം ലാമ് റ ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല കേട്ടോ. മിദാദല്ലി കലിമാതി റബ്ബി എന്ന് ഓതരുത്. റോനെ കുറച്ച് ഉയർത്തി പറയണം കേട്ടോ. റബ്ബി ബഇന് ശബ്ദമുണ്ട്, കൂടെ തന്നെ യാ മദ്ദും വന്നിട്ടുണ്ട്. അപ്പൊ ബഇനെ ഒന്ന് കനപ്പിക്കുകയും വേണം, രണ്ടനക്കം നീട്ടുകയും വേണം. റബ്ബി. ലനഫിദൽ ബഹ്റു ഇവിടെ ഹന് സുക്കൂൻ ഉണ്ട് അല്ലെ, ഹഫ് സുക്കൂന് കൊടുക്കണം. ബഹ്റു എന്ന് ഓതരുത് കേട്ടോ. ബഹ്റു ഖബ്ല ബഇന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുത്ത് ഓതണേ. ഓക്കെ. ഖബ്ല അൻ തൻഫദ ഇവിടെ നൂന് സുക്കൂന് വന്നിട്ടില്ല അല്ലെ. നമ്മളിവിടെ നൂന് ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്, മറച്ച് മണിച്ച് ഓതുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ മറച്ച് മണിച്ച് ഓതണേ. കലിമാത്തു എന്ന് ഓതരുത്. കാഫിന് ചെറിയൊരു ചെരിവ് എപ്പോഴും കൊടുക്കണം കേട്ടോ. കലിമാത്തു ഇവിടെ രണ്ടനക്ക നീട്ടി കൊടുക്കണം കേട്ടോ. സാധാരണ മദ്ദാണ്. കലിമാത്തു റബ്ബി എന്ന് ഓതരുത്. റബ്ബി. വലൗ ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനാണ് കേട്ടോ കൊടുക്കേണ്ടത്. വലൗ ജിന. ഓക്കെ, ഇവിടെ ഹംസ വന്നിരിക്കുന്ന രൂപം നോക്കൂ. ഹംസ മറ്റൊരു പദത്തിന്റെ മുകളിലാണ് വന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ ഹംസേനെ മാത്രമാണ് അവിടെ നോക്കേണ്ടത് കേട്ടോ. ജി ഹഫ് സുക്കൂന് കൊടുക്കുക. ജിന ഇവിടെ രണ്ടനക്ക നീട്ടി കൊടുക്കണം കേട്ടോ. നൂനിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. ജിന ബിമിസ് സന് സുക്കൂന് വരുമ്പോൾ നമ്മുടെ പല്ലിൻ്റെയും നാവിൻ്റെയും ഇടയിലൂടെ കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിലാവണം സുക്കൂന് കൊടുക്കേണ്ടത്. ബിമിസ്ലിഹി. ഓക്കെ, ഇവിടെ ഹന് ശേഷം ഒരു ചിഹ്നം കാണാവുന്നതാണ്. ഇവിടെ രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ബിമിസ്ലിഹി മദദ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, 110 ആയത്ത് ഒന്ന് ഓതി നോക്കാം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه
അഹദ്. 110-ാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം നോക്കാം. ഖുൽ ഇന്നമാ അന. ഇവിടെ നൂനിന്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്. നൂനിനെ നന്നായിട്ട് മണിക്കണം. നൂനിന്റെയും മീമിന്റെയും മുകളിൽ ശബ്ദ വരികയാണെങ്കിൽ നന്നായിട്ട് മണിച്ചോദണം കേട്ടോ. ഇന്നമാ അന. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. മദ് മുൻഫസിലാണ് കേട്ടോ. ഇവിടെ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാവുന്നതാണ്. ഓക്കെ. അന അന. നൂന്റെ കൂടെ ഒരു അലിഫ്, മുകളിലൊരു സുക്കൂൻ. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു അക്ഷരത്തിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല. സാധാരണ പോലെ ഓതുക കേട്ടോ. അന അന ബശറും മിസ്ലുക്കും. ബഷറും മി. തൻവീനു ശേഷം മീമ് വരികയാണെങ്കിൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഇത് ആംബി ഒന്നയാണ്. ഓക്കെ, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. ബഷറും മിസ്ലുക്കും. മിസ് സഇന് സുക്കൂന് വരുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു, പല്ലിന്റെയും നാവിന്റെയും ഇടയിലൂടെ പുറത്തേക്ക് കാറ്റ് പോകുന്ന രൂപത്തിലാവണം ഉച്ചരിക്കേണ്ടത്. മിസ്. ഓക്കെ. മിസ്ലുക്കും യൂഹ ഇലയ്യ. യൂഹ ഇലയ്യ. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഓക്കെ, 4 അനക്കം വരെ നീട്ടി ഓതേണ്ടതാണ് കേട്ടോ. ഓക്കെ. ഇലയ്യ. യ എന്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്. യ ഇനി ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇലയ്യ അന്നമ. നൂനെ നന്നായിട്ട് മണിച്ചു കൊടുക്കണേ. ശബ്ദ വന്നിട്ടുണ്ട്. അന്നമ ഇലഹുക്കും. ഇവിടെ മദ് മുൻഫസിലാണ് അല്ലേ. മറ്റൊരു പദത്തിലല്ലേ ഹംസ വന്നിട്ടുള്ളത്, ഒറ്റ പദത്തിലല്ല അല്ലേ. മദ് മുൻഫസിൽ. ഓക്കെ. ഇലഹുക്കും സാധാരണ മദ്ദാണ്. ഇവിടെ 2 അനക്ക് നീട്ടി കൊടുക്കണം കേട്ടോ. ഇലഹുക്കും. കും. മീമിന് സുക്കൂന് വരുമ്പം ഓക്കെ വ്യക്തമായിട്ട് മീമിനെ ഉച്ചരിക്കണം കേട്ടോ. വ്യക്തമായി ഉച്ചരിച്ചതിന് ശേഷം മാത്രം, വ്യക്തമായി അവിടെ ഓതിയതിന് ശേഷം മാത്രം അടുത്ത വാക്കിലേക്ക് പോവുക. ഓക്കെ. ഇലഹും വാഹിദ്. ഇവിടെ തെൻവീനു ശേഷം വാവ് വന്നിട്ടുണ്ട് അല്ലേ. മണിച്ചു കൂട്ടിച്ചേർത്തോതണം. ഇത് ആംബിയൊന്നയാണ്. മണിച്ചു കൂട്ടിച്ചേർത്തോതുക. ഇലഹും വാഹിദ്. വാ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് പറയണം. ചുണ്ട് വട്ടത്തിൽ, ചുണ്ട് സർക്കിളാക്കിക്കൊണ്ട് വാവിനെ ഉച്ചരിക്കണം. ഓക്കെ. വാവ് ഉച്ചരിക്കുമ്പം ചുണ്ട് സർക്കിളാക്കിക്കൊണ്ട് ഉച്ചരിക്കുക കേട്ടോ. ഇലഹും വാഹിദ്. ഇവിടെ നിർത്താനുള്ള സുല വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവണമെങ്കിൽ ഓതിപ്പോവുകയും ചെയ്യും. ഓക്കെ. നിർത്തുമ്പം ഇവിടെ ദാലിന് സുക്കൂന് വരും. വാഹിദ്. ദാലിന് സുക്കൂന് വരുമ്പോൾ ദാല് കൽക്കലേന്റെ ലെറ്ററാണ്. അപ്പൊ അതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കണം നിർത്തുകയാണെങ്കിൽ. വാഹിദ്. ഓക്കെ. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ വാഹിദും ഫമൻ കാന. ഈ രൂപത്തിൽ ഓതിപ്പോവുക കേട്ടോ. ഫമൻ. ഇവിടെ നൂനെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചോദനം കേട്ടോ. ഫമൻ എന്ന് ഓതില്ല. ഫമൻ കാന യർജു. കാന യർജു. ഇവിടെ 2 അനക്ക് നീട്ടിക്കൊടുക്കുക. വാവ് മദ് വന്നിട്ടുണ്ട്. സാധാരണ മദ്ദാണ്. ഓക്കെ. യർജു ലിഖാ റബ്ബിഹി. ലിഖാ. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുത്തസിലാണ്. ഒറ്റ പദത്തിൽ ഹംസ വന്നു അല്ലേ. 4 5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. ലിഖാ. ഓക്കെ. റബ്ബിഹി. റബ്ബി. ബ ഇനി ശബ്ദമുണ്ട്. ബ ഇനി ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. റബ്ബിഹി എന്ന് ഓതരുത്. റബ്ബിഹി. ഇതിന് ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പേര് നമ്മൾ പറയും, മദ്സില സുഗറ. ചെറുതായിട്ട് നീട്ടിക്കൊടുക്കുക. ഇതിന് ശേഷം ഈ ഒരു ചിഹ്നം വന്നാൽ കേട്ടോ. മദ്സില സുഗറ. ഓക്കെ. ഫൽയഅമൽ അമലൻ സാലിഹൻ. ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക്. ഫൽയഅമൽ. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനാണ് കേട്ടോ. ഫൽയഅമൽ. ഇവിടെയൊക്കെ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഫൽയഅമൽ അമലൻ. അമലൻ എന്ന് ഓതില്ല. ഇവിടെ ഇഖ്ഫാ ചെയ്യണം. അമലൻ
അമലൻ മറച്ചു മണിച്ചോദനം കേട്ടോ. സാലിഹൻ വല തെൻവീന് ശേഷം വൗ എന്നാൽ മണിച്ചു കൂട്ടി ചേർത്തോദനം. ഓക്കെ, സാലിഹൻ വല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തെൻവീന് ശേഷം വൗ വരികയാണെങ്കിൽ മണിച്ചു കൂട്ടി ചേർത്തോദനെ. ഇത് അമ്പിയൊന്ന. ഓക്കെ, സാലിഹൻ വല വല. ഇവിടെ ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അതുപോലെ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ട് സർക്കിളാക്കിയിട്ട് ചുണ്ട് വട്ടത്തിലാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. വല. യുഷ്രിഖ് യുഷ്രിഖ്. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനാണ് കേട്ടോ. യുഷ്രിഖ്. ഓക്കെ, ബിഇബാദതി ബി ഐൻ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടേൻ്റെ നടുക്ക് നിന്ന് വരുന്ന അക്ഷരമാണ് ഐൻ. ഓക്കെ, ബിഇബാദതി റബ്ബിഹി അഹദ റബ്ബിഹി. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് സില ഖുബ്റ എന്നാണ് പറയാം. ഓക്കെ, 5 ഹറക്കത്തെങ്കിലും നമ്മൾ അവിടെ നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. 4 5 ഹറക്കത്ത് അവിടെ നീട്ടി ഓതി കൊടുക്കണം. ഇവിടെ ഒരു നിയമം പറയും. നിയമത്തിൻ്റെ പേര് മദ് സില ഖുബ്റ. നന്നായിട്ട് തന്നെ നീട്ടി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റബ്ബിഹി അഹദ. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ തജ്വീദ് സഹിതം പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ക്ലാസ് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.